ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല FIUGP 2025-26 അധ്യയന വർഷത്തിലെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഉൾപ്പെടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. സോ ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഒന്നാം വർഷ ബിരുദ പ്രവേശനം, രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നിർദ്ദേശങ്ങൾ, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾ അലോട്ട്മെന്റ് പരിശോധിക്കാം. 26, 27, 28, 30 ദിവസങ്ങളിൽ കോളേജിൽ പോയി പ്രവേശനം എടുക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റ് അലോട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ ആദ്യം തന്നെ അടയ്ക്കുക. അത് നിങ്ങൾ ലേറ്റ് ആവുകയാണ്. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കും തോറും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റും ടൈമും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാരണം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചാൽ മാത്രമേ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങളുടെ കൈവശം കിട്ടുകയുള്ളൂ. ആ അലോട്ട്മെന്റ് മെമ്മോയ്ക്കകത്താണ് നിങ്ങൾക്ക് കോളേജിൽ പോയി ഇതിൽ പറഞ്ഞിട്ടുള്ള ഏത് ദിവസമാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് കാണുള്ളൂ. അപ്പം അലോട്ടഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നിങ്ങൾ എന്ത് വേണം, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ച് അതിൻ്റെ റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെന്റ് മെമ്മോ കിട്ടും. ആ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ള രീതിയിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ദെൻ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിമും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെറിറ്റോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ഡോക്യുമെന്റ്സ്, ഒറിജിനൽ ഡോക്യുമെന്റ്സും നിങ്ങൾ എന്താണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. ഏതെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിയിൽ കോളേജിൽ ഹാജരാകാൻ സാധിക്കാത്തവർ അതാത് കോളേജിലെ പ്രിൻസിപ്പാളിനെ കോൺടാക്ട് ചെയ്ത് ഇൻഫോം ചെയ്യണം. ഹയർ ഓപ്ഷൻ നിലനിർത്തിയാൽ പുതിയതായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരായി നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ടഡ് ആയി ഹയർ ഓപ്ഷൻ നിലനിർത്തി ടെമ്പററി അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷൻ നിലനിർത്തി സെക്കൻഡ് അലോട്ട്മെന്റ് അലോട്ടഡ് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിലവിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് അവിടെ പോയി പെർമനന്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾ മുൻ അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതായിരിക്കില്ല. ജൂൺ 30 മുമ്പ് പുതിയ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കണം. അല്ലാത്ത പക്ഷം അലോട്ട്മെന്റ് നഷ്ടമാവുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ, ടെമ്പററി അഡ്മിഷൻ സൗകര്യം രണ്ടാം ഘട്ട അലോട്ട്മെന്റ് മുതൽ ലഭ്യമല്ല. പുതിയതായി അലോട്ട്മെന്റ് ലഭിക്കുന്ന കോളേജിൽ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായും സ്ഥിര അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തവർ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും കോളേജിൽ നേരിട്ട് ഹാജരായി നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായും സ്ഥിര അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ പ്രകാരം താൽക്കാലിക അഡ്മിഷൻ എടുത്തവർക്ക് സ്ഥിര അഡ്മിഷനിലേക്ക് മാറുന്നതിനുള്ള അവസാന തീയതി ജൂൺ 30. രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ സ്ഥിര അഡ്മിഷൻ എടുക്കുന്നവർക്കും താല്പര്യമുള്ള പക്ഷം തുടർന്ന് വരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതുതായ ഓപ്ഷനുകൾ സമർപ്പിച്ച് പങ്കെടുക്കാവുന്നതാണ്. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും മാർക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത വിദ്യാർത്ഥി പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. ഇതിന് അപ്പാർ ID മസ്റ്റാണ്. അപ്പാർ ID എടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ അപ്പാർ ID ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന് ലൈവ് ഡെമോ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അപ്പാർ ID ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു അപ്പാർ ID നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ആവശ്യമാണ്. അഡ്മിഷൻ സമയത്ത് ഈ ഒരു അപ്പാർ ID നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. കൂടുതൽ ഒഫീഷ്യൽ ഇൻഫോർമേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.